നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാധവൻ എന്തിനാ എല്ലാരെയും വിളിച്ചു കൂട്ടിയെന്ന് നീ എന്നോട് ചോദിച്ചാ ഞാൻ എന്തു മറുപടി പറയാനാ? മാധവനോട് ചോദിക്കേ. അല്ലേലും ഈ വീട്ടിൽ സഭ കൂടുന്നതിനൊരു കുറവില്ലല്ലോ. അതിരാവിലെ എല്ലാരും വിളിച്ചുണർത്തിയത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. സംഭവിക്കാൻ പാടില്ലാത്തൊക്കെയാണ് ഈ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരാള് ഈ വീടിന്റെ മുറ്റത്ത് ഇന്നലെ മുതൽ നിൽക്കാൻ തുടങ്ങിയതാ. അച്ഛൻ പറഞ്ഞു വരുന്നത് എനിക്ക് എന്താണെന്ന് മനസ്സിലായി. ഇനി ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. മനുഷ്യനെ മാനം കെടുത്തുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇനിയും അവൻ ഈ മുറ്റത്ത് കിടന്ന് ഷോ കാണിച്ചാല് മാധവൻ നായർ കാൺമക്കളില്ലെന്ന് നാട്ടുകാർ പറയും. വീട്ടിൽ കയറി ചെറ്റത്തരം കാണിച്ചിട്ട് സത്യാഗ്രഹം നടത്തുന്നു. രാഷ്ട്രീയക്കാരനാണെങ്കിലേ അതവന്റെ കൈ വെച്ചാ മതി. ഇന്നത്തോടെ ഞാൻ തീർത്തു കൊടുക്കും. കൊല്ലും ഞാൻ ഇന്നവനെ. അയ്യോ ഇവിടെ ചിലർക്കൊക്കെ അവൻ മച്ചാനും മച്ചമ്പിയായിരിക്കും. എനിക്കൊരുത്തനൊരു വിഷയമല്ല. അവനെ മതി. എല്ലാരോടൊട്ട് പറയാ, ജഗനെ ഞാൻ എന്റെ മരുമകനായിട്ട് സ്വീകരിക്കാൻ തീരുമാനിച്ചു. അച്ഛൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഒരു പാവം പെണ്ണറിയാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടി ചതിച്ചവനാണവൻ. ഏതെങ്കിലും ഒരു പെണ്ണിന് അവളുടെ ജീവിതം എറിഞ്ഞൊടച്ചവനെ ഭർത്താവായിട്ട് കാണാൻ കഴിയുമോ? മോനെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതിനെ ചൊല്ലി ചർച്ച വേണ്ട. ഈ വീട്ടിലെ കുടുംബനാഥനാണ് ഞാൻ. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. വളരെയധികം ആലോചിച്ചെടുത്ത തീരുമാനമാണ് ജഗനെ മരുമകനായി അംഗീകരിക്കുക എന്നത്. കേട്ടില്ലേ? ആർക്കും ഇവിടെ അഭിപ്രായങ്ങളൊന്നുമില്ലേ? ജരാനരകൾ ബാധിച്ചപ്പോ അതച്ഛന്റെ സ്വബുദ്ധിയെ പോലും ഇല്ലാതാക്കിയെന്ന് ഞങ്ങൾ ആരും കരുതിയിട്ടില്ല. പ്രകാശ, ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അച്ഛനല്ല, വന്ദനയാ. വന്ദനയ്ക്ക് സമ്മതമാണെങ്കിലും വന്ദനയോടും ചന്ദ്രയോടും ആലോചിച്ച് തന്നെയാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ആരെതിർപ്പ് പറഞ്ഞാലും എന്റെ ഈ തീരുമാനത്തിൽ മാറ്റമുണ്ടാവാൻ പോകുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.